നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. നഴ്സിംഗ് മേഖല എന്നത് കാലാകാലങ്ങളായി ഒരു സ്ത്രീ മേധാവിത്വമുള്ള മേഖലയാണ്. ഒരുപാട് പെൺകുട്ടികളാണ് നഴ്സിംഗ് മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആൺകുട്ടികൾ ധാരാളമായി ഈ മേഖലയിലേക്ക് കടന്നു വരാൻ തുടങ്ങുകയും അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീ മേധാവിത്വം എന്നുള്ളത് കുറേയധികം കുറയുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ഒരു പുരുഷൻ 40 വയസ്സിൽ താഴെയുള്ള ഒരു പുരുഷനാണ്, നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ ആണ് എങ്കിൽ, BSc നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ് എങ്കിൽ, വിദേശത്ത് നിങ്ങൾക്കുള്ള ഒരു സുവർണ അവസരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ വിദേശ അവസരം എന്ന് പറയുമ്പോൾ പലർക്കും ആദ്യം ഉണ്ടാകുന്ന ഡൗട്ട്, ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇത് ജെന്യുവിനായിട്ടുള്ള അവസരങ്ങളാണോ, അത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഞാൻ തിരിച്ചറിയും? അപ്പോൾ അതിനും ഏറ്റവും സുതാര്യമായ, ഏറ്റവും വിശ്വസനീയമായ, അല്ലെങ്കിൽ ഏറ്റവും കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരവസരം, ഒരു സർക്കാർ സംവിധാനത്തിലൂടെ അപ്ലൈ ചെയ്യാവുന്ന ഒരവസരം. UAEയിൽ നഴ്സ് ആയി ജോലി ചെയ്യാൻ പുരുഷന്മാർക്ക് 40 വയസ്സിൽ താഴെയുള്ളവർക്കുള്ള അവസരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് നഴ്സുമാർക്കുള്ള അവസരമാണ്, ബാച്ചിലേഴ്സ് ഉള്ള അല്ലെങ്കിൽ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തവർക്കുള്ള അവസരമാണ്, സ്പെസിഫിക്കലി പുരുഷ നഴ്സുമാർക്കുള്ള അവസരമാണ്. അപ്പോൾ ഇതിനകത്ത് അവർ ആവശ്യപ്പെടുന്നത് ബാച്ചിലേഴ്സ് ഇൻ നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡൊമൈൻസ് അവർ പറയുന്നുണ്ട്. അതായത് എമർജൻസി കെയർ, അതുമല്ലെങ്കിൽ അർജൻറ്റ് കെയർ, അല്ലെങ്കിൽ മറ്റൊരു മേഖലയാണ് ക്രിട്ടിക്കൽ കെയർ. ഇതെല്ലാം ഏകദേശം ഒരേ രീതിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലുള്ള നഴ്സിംഗ് ജോലി, ഇങ്ങനെ ഏതെങ്കിലും അവസരങ്ങൾ, ഈ പറഞ്ഞ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾക്ക് 2 വർഷത്തെ അനുഭവ പരിചയം ഉണ്ട് എങ്കിൽ, കാരണം ഇത് ഒരു UAEയിലേക്കുള്ള അവസരമാണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കുള്ള അവസരമാണ്. അതുകൊണ്ട് തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലുള്ള എന്താ പറയുന്ന ആ തൊഴിൽ മേഖലയിൽ ആവശ്യമുള്ള നഴ്സുമാരെയാണ് നമുക്ക് ഇവർ റിക്രൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ എമർജൻസി കെയർ, അർജൻറ്റ് കെയർ, ക്രിട്ടിക്കൽ കെയർ മേഖലയിൽ, അതും ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ അനുഭവപരിചയം ഉള്ളവരാണെങ്കിൽ ഒരു മുൻഗണന അവർക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അവർ ആദ്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു BSc നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം. 100 ഒഴിവുകളാണുള്ളത്. ഇത് റിക്രൂട്ട് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ODEPEC എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. വിദേശ ജോലികളെക്കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ, ODEPEC അല്ലെങ്കിൽ ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് എന്നാണ് അവരുടെ ഫുൾ ഫോം, ODEPEC. അത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആണ്. അതുകൊണ്ട് ഈ ODEPECലൂടെ അല്ലെങ്കിൽ ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് നടത്തുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതിൽ 100% സർക്കാരിൻ്റേതായുള്ളൊരു വിശ്വാസ്യതയുണ്ട്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടിയാണ്. അതുകൊണ്ട് ഇതിനകത്ത് വിശ്വാസ്യതയെക്കുറിച്ച് നിങ്ങൾക്ക് ഭയപ്പെടാനില്ല. 100 വേക്കൻസികൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിലുള്ള സാഹചര്യം അല്ലെങ്കിൽ സാധ്യത വളരെ കൂടുതലാണ്. പ്രായം 40 വയസ്സിൽ താഴെ ആയിരിക്കണം എന്നേ അവർ പറയുന്നുള്ളൂ. അപ്പം 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ അവസരത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാം. സാലറി ഇന്ത്യൻ രൂപ ഏകദേശം ഇന്ത്യൻ റുപ്പീസ് 1,50,000 ആണ് ഇവർ സ്റ്റാർട്ടിങ് ഓഫർ ചെയ്യുന്നത്. 1,15,000 സ്റ്റാർട്ടിങ് സാലറി ഓഫർ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം വിസയും നിങ്ങൾക്കുള്ള ടിക്കറ്റും അവിടെ ചെന്നാൽ നിങ്ങൾക്കുള്ള താമസം, ഭക്ഷണം മുതലായ കാര്യങ്ങളുമെല്ലാം അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. 1,15,000 രൂപ സാലറി ആയിട്ടും ഓഫർ ചെയ്യും. അപ്പോൾ ഇതാണ് അവരുടെ പാക്കേജ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് പ്രത്യേകിച്ച് എൻട്രൻസ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ അവർ നടത്തുന്ന അഭിരുചി പരീക്ഷയോ ഒന്നുമില്ല. ഇതിന് ഒരു വോക്ക്-ഇൻ ഇൻ്റർവ്യൂ ആണ്. നേരിട്ടൊരു ഇൻ്റർവ്യൂ മാത്രമായിരിക്കും അവർ നടത്തുക. അത് ODEPECൻ്റെ ഓഫീസിൽ വെച്ച് അവർ തന്നെ നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും. അതിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഈ 100 പേരെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിസംബർ 8-ാം തീയതിയാണ് വോക്ക്-ഇൻ ഇൻ്റർവ്യൂ നടക്കുക. ഡിസംബർ 8-ാം തീയതി രാവിലെ 8:30-നും 10-നും ഇടയ്ക്ക് ഈ വോക്ക്-ഇൻ ഇൻ്റർവ്യൂവിന് റിപ്പോർട്ട് ചെയ്യാനാണ് അങ്കമാലിയിലുള്ള ഇൻകെയർ ബിസിനസ് പാർക്ക് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ഉണ്ട്. അവിടെ ODEPECന് ഒരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്. ODEPEC ട്രെയിനിങ് സെൻറ്ററിൽ എത്തുക. ഞാൻ ആ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ അതിന് അവരെ വിളിച്ച് ബന്ധപ്പെടാനുള്ള ചില ഫോൺ നമ്പറുകളുണ്ട്, അതും നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ അവരുടെ വെബ്സൈറ്റ് ഉണ്ട്, അതും നിങ്ങൾക്ക് നോക്കി വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 8-ാം തീയതി നേരിട്ട് വോക്ക്-ഇൻ ചെയ്യുകയാണ് വേണ്ടത്. വോക്ക്-ഇൻ ചെയ്യുമ്പം നിങ്ങളുടെ പാസ്പോർട്ട് വേണം, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ റെസ്യൂമേ അല്ലെങ്കിൽ ബയോഡേറ്റ,
അതുപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനുകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാമായിട്ട് വേണം നിങ്ങൾ ആ ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ വോക്കിൻ ഇൻ്റർവ്യൂവിന് 8-ാം തീയതി അങ്കമാലിയിലുള്ള ഞാൻ ഈ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കുന്ന അഡ്രസ്സിലേക്ക് എത്തിച്ചേരാൻ. അപ്പോൾ ഇത് ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ഒരു UAE അല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ ഒരു നഴ്സിംഗ് ജോലി ആഗ്രഹിക്കുന്ന 40 വയസ്സിൽ താഴെയുള്ള ഒരു പുരുഷനാണെങ്കിൽ 2 വർഷത്തെ അനുഭവപരിചയം നഴ്സിംഗ് മേഖലയിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊരു അവസരമാണ്. ഒന്ന് അപ്ലൈ ചെയ്യാനായി ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ഒരുപാട് അവസരങ്ങൾ ഞാൻ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും മനോഹരമായൊരു കരിയറിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.